കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. മിനിഞ്ഞാന്ന് രാത്രിയാണ് അർജുനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയായിരുന്നു അർജുൻ ഈ കടുങ്കൈ ചെയ്തത്. വലിയ തരത്തിൽ സ്കൂളിൽ നിന്നും മാനസിക സമ്മർദ്ദം. മാതാപിത ഗുരു ദൈവം, അങ്ങനെയാണ് നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചു വന്നിട്ടുള്ളത്. അതായത് മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ആരാധിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഒരു ഗുരുവിനെയാണ്, അതായത് ടീച്ചറിനെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവത്തിന് പോലും സ്ഥാനം എന്നാണ് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്നത്. പക്ഷെ ആ ഒരു ഗുരു തന്നെ ഇപ്പം പല കുട്ടികളുടെയും കാലനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും മറ്റ് പല രീതികളിലും കുട്ടികളുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്ന അധ്യാപകരാണ് ഇന്ന് സമൂഹത്തിൽ ഏറും ഉള്ളത്. എല്ലാവരെയും ഞാൻ ഒരുപോലെ അടച്ചാക്ഷേപിക്കുകയല്ല, എങ്കിലും നമ്മൾ പല പല ന്യൂസുകളിലായിട്ട് കാണുന്നുണ്ട്. വിഷം തുപ്പുന്ന അധ്യാപകന്മാരെയും അധ്യാപികമാരെയും നമ്മൾ റീസെന്റ് ആയിട്ട് ഓരോരോ ന്യൂസുകളിൽ കാണപ്പെട്ടിരുന്നു. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? എന്തായാലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് അർജുൻ എന്ന് പറയുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആ കുട്ടി മരിച്ചുപോയി. കാരണം എന്താണ്? ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് അത് ലാസ്റ്റ് ഒരു വഴക്കിന്റെ രൂപത്തിൽ വരികയും ഇവര് ബാഡ് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാല് ഈ ഒരു മരിച്ചു പോയിട്ടുള്ള അർജുനാണ് ബാഡ് വേർഡ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ ഒരു മറ്റേ കുട്ടിയുടെ പേരന്റ് കണ്ടു. ആ ഒരു പേരന്റ് സ്കൂളിൽ പോയിട്ട് പരാതിപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അർജുനെ പഠിപ്പിക്കുന്ന ടീച്ചറും മറ്റും ആ ഒരു സ്കൂളിലെ ടീച്ചേഴ്സും മറ്റും അർജുനോട് വളരെ മോശമായ രീതിയിൽ അർജുനെ ഭീഷണിപ്പെടുത്തി. അതായത് നീ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചത് സൈബർ സെല്ലിൽ ഞങ്ങൾ പരാതിപ്പെടും, 1.5 വർഷം നീ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് 14 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടീനെ പറഞ്ഞ് പേടിപ്പിച്ചു. ഇതാണോ ശരിക്കും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ചെയ്യേണ്ട കാര്യം? ഇങ്ങനെയാണോ ഈ ഒരു സിറ്റുവേഷൻ ഒരു അധ്യാപിക ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയാണ് ഒരു പക്വതയുള്ള ഒരു അധ്യാപിക ഇങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഷ്ടം, പുച്ഛം തോന്നുകയാണ് അവരോട്. ഇന്നത്തെ കാലത്തൊക്കെ അച്ഛനോടും അമ്മയോടും പറയാൻ മടിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പോലും ഈ ഒരു കുട്ടികള് തങ്ങളുടെ ഇഷ്ടപ്പെട്ട അധ്യാപികമാരോട് അല്ലെങ്കിൽ അധ്യാപകന്മാരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. പല പല കുട്ടികളുടെയും പല കുട്ടികൾക്കും മിസ്ബിഹേവും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന കുട്ടികൾ അതെല്ലാം വന്ന് പറയുന്നതും ആ ഒരു കാര്യങ്ങൾ വരെ വന്ന് അവരുടെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അധ്യാപകരെ തിരഞ്ഞെടുക്കാറുണ്ട്. കാരണം എന്താണ്? അവർക്കറിയാം അവരെ ആശ്വസിപ്പിക്കാനും അവരെ വിശ്വസിക്കാനും അവരുടെ ആ ഒരു ടീച്ചർ ഉണ്ടാവും കൂടെ എന്നുള്ള വിശ്വാസം. ആ ഒരു വിശ്വാസം ഈ ഒരു ടീച്ചർ കാണിച്ചിരുന്നെങ്കിൽ, ആ ഒരു മനസ്സ് ടീച്ചർ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അർജുൻ എന്ന് പറയുന്ന കുട്ടി ജീവനോടെ നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ ഉണ്ടായേനായിരുന്നു. പക്ഷെ മറിച്ച് ആ ടീച്ചർ എന്താണ് കാണിച്ചത്? അവനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിക്കളയാണ് ചെയ്തത്. അതായത് 14 വയസ്സ് എന്നൊക്കെ പറയുമ്പം ജീവിതം എന്താണെന്ന് അവൻ കണ്ട് അറിയാൻ തുടങ്ങിയിട്ടില്ല. ജീവിതത്തിന്റെ മാറ്റങ്ങൾ, അതായത് കുട്ടിയിൽ നിന്ന് ഒരു ജീവിതത്തിന്റെ കളർഫുൾ ആയിട്ടുള്ള ആ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ 15-16 വയസ്സുള്ള ആ ഒരു മാറ്റങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നേ ഉണ്ടാവുള്ളൂ ആ ഒരു കുട്ടി, അർജുൻ എന്ന് പറയുന്ന ആ കുട്ടി. അപ്പം ഒരുപാട് തെറ്റുകൾ ആ കുട്ടീന്റെ ഭാഗത്ത് നിന്ന് 15-16 വയസ്സുള്ള കുട്ടീനെയൊക്കെ നമ്മൾ ചെറിയ കുട്ടീനെ നോക്കുന്നതിലും ഉപരിയായിട്ട് നോക്കണം. കാരണം ഏത് തരത്തിൽ വേണമെങ്കിലും തലതിരിഞ്ഞു പോകാവുന്ന ഒരു പ്രായമാണത്. അപ്പൊ നമ്മൾ ആ ഒരു കെയർ കൊടുക്കേണ്ട സമയത്ത്, ആ ഒരു മാർഗങ്ങൾ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട സമയത്ത് കുട്ടിയെ പോയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ഒരു ടീച്ചർ തളർത്തി. അതായത് നോക്കണം, കുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിപ്പോയി, ബാഡ് വേർഡ് ഉപയോഗിച്ചു പോയി, അത് അവന്റെ മിസ്റ്റേക്ക് തന്നെയാണ്, അല്ല എന്നല്ല. പക്ഷെ ഒരു നല്ല അധ്യാപിക ആയിരുന്നെങ്കിൽ ആ ടീച്ചർ എന്ത് ചെയ്തേനായിരുന്നു? യെസ്,
നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊന്നും നല്ലൊരു ജനറേഷനെ അല്ല വാർത്തെടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ വാല്യൂ ഉള്ള ഒരാളായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നിന്റെ സംസാര രീതിയും മറ്റും മാറണം. ആളുകൾക്ക് മാതൃകയാവേണ്ട ഒരു പുരുഷനായിട്ട് വേണം നീ മുന്നോട്ട് പോവാനായിട്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാതെ നീ കാണിച്ചതിന് നിന്നെ ശിക്ഷിക്കണം. പോലീസിൽ ഞങ്ങൾ, സൈബർ സെല്ലിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കും. 1.5 വർഷം നീ തടവ് അനുഭവിക്കേണ്ടി വരും. ഇതാണ് ആ ഒരു അധ്യാപിക പറഞ്ഞത്. അപ്പം എന്താണ് ആ അധ്യാപിക ഈ ഒരു കുട്ടിയെ മുമ്പിൽ കാണിച്ചത്? ഇങ്ങനെയാണോ ഒരു ടീച്ചർ പെരുമാറേണ്ടത്? ഒരിക്കലും അല്ല. ഒരു അധ്യാപിക എന്നൊക്കെ പറയണത് ഒരു കുട്ടിയെ ഈ ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കാനായിട്ട് എന്തൊക്കെ പ്രയത്നങ്ങൾ ആ ഒരു അധ്യാപികയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ അതെല്ലാം ഉണ്ടാകേണ്ട ഒരു വളരെ മാതൃകാപരമായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അധ്യാപനത്തിന് വേണ്ടി നിയമിച്ചിരിക്കുന്ന ആൾക്കാരെ. ഇപ്പം മാതാപിതാക്കളുടെയും കാര്യം വെക്കുകയാണെങ്കിൽ, മാതാപിതാക്കളുടെ വീട്ടിൽ നിന്ന് ഒരു ശരാശരി ശതമാനം മാത്രമേ കുട്ടികളുടെ സാമൂഹികമായിട്ടുള്ള ആ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ഡെവലപ്പ് ആവുള്ളൂ. ബാക്കി, അതായത് ഇപ്പൊ ഒരു 100% എടുക്കുകയാണെങ്കിൽ 70%ഉം അതിന്റെ, അതായത് സോഷ്യൽ ബിഹേവിയറും കാര്യങ്ങളും അവന്റെ ക്യാരക്ടറും എല്ലാം ഡെവലപ്പ് ആവുന്നത് സ്കൂളുകളിൽ നിന്നാണ്. അപ്പം അവിടെ നല്ലതും ചീത്തയും തിരഞ്ഞെടുത്ത് വഴി കാണിച്ചു കൊടുക്കേണ്ട ഈ അധ്യാപകർ കാണിച്ചത് ആ ഒരു കുട്ടീനെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. കൂരാക്കുരുട്ടി ഇരുട്ടിലേക്ക് ആ ഒരു കുട്ടീനെ തള്ളിവിടുകയാണ് ചെയ്തത്. അവന് അവിടെ കിടന്ന് കയ്യും കാലിട്ടടിക്കുകയാണ്, എന്നെ ആരും രക്ഷിക്കാനില്ല. അതെ, ആരും രക്ഷിക്കാനില്ല. അച്ഛനോട് പറയാൻ പറ്റില്ല, അമ്മേനോട് പറയാൻ പറ്റില്ല, ടീച്ചറോട് പറയാൻ പറ്റില്ല, എല്ലാവരും എതിരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി ആരാണ് അഭയമുള്ളത്? ദൈവം. ദൈവത്തിന്റെ അടുത്തേക്ക് അവൻ രക്ഷപ്പെട്ടു, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ അവന് അഭയം കിട്ടിയില്ല. അവൻ ഈ ഒരു ജീവിതമേ അവസാനിപ്പിച്ച് പോയി. അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ ഒരു ടീച്ചറും ഈ ഒരു സ്കൂളിലുള്ള അധ്യാപനത്തിന് വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്ന, അവനെ അത്രയും ഹരാസ് ചെയ്തിട്ടുള്ള ആ ഒരു അധ്യാപകർ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്തിനു കൊണ്ട് ഉപയോഗിച്ചൂടാ എന്ന് സ്വാഭാവികമായിട്ട് അവർ നമ്മളോട് ചോദിക്കും. അപ്പൊ അതിന്റെ നല്ലതും ചീത്തയും എന്താണോ അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഇത് മൊത്തമായിട്ട് നീ ഉപയോഗിക്കരുത് എന്ന് ഒരിക്കലും നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. കാരണം അവരുടെ മുമ്പിൽ നമ്മളും ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു അർജുൻ എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നവൻ തിരിച്ചറിഞ്ഞുമില്ല. ഈ ഒരു ടീച്ചേഴ്സിന് അവൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു, അതവർ ചെയ്തുമില്ല. ഇവർ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാരെന്ന് പറയണത്. ഒരു കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബലം കൊടുക്കേണ്ട അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുട്ടിയെ തകർത്ത് കളഞ്ഞു. ഇത് മാത്രമാണ് എൻ്റെ ഒപ്പീനിയനാണ് ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ കമന്റ് എന്ന് വെച്ചാൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.